ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടാണ്, ഒട്ടും വൾഗാരിറ്റി ഇല്ലാതെ. ഒരു എല്ല് പൊട്ടുമ്പോൾ ഒന്ന് വീണു, എല്ല് പൊട്ടിയാൽ നമുക്കുണ്ടാകുന്ന വേദന എത്രയാണ്, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ എല്ലുകളെല്ലാം ഒരുമിച്ച് പൊട്ടുന്ന ഒരു വേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവർ പേടി കൊണ്ടോ ആ ഒരു സ്ട്രെസ്സ് കൊണ്ടോ ചിലപ്പോൾ യൂറിൻ വരെ പാസ് ചെയ്തു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മോഷൻ പോകുന്ന അവസ്ഥയുണ്ടാകാം. ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി തരുന്ന നല്ലൊരു വീഡിയോ ആയി നമുക്കിത് കാണാൻ കഴിഞ്ഞാൽ അത് ഒരു വിപ്ലവം തന്നെയാണ്. കാണാൻ നല്ലതാണ്, കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതേ രീതിയിൽ എല്ലാവർക്കും വീഡിയോ എടുക്കുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അതല്ലാതെ ഇതൊരു ചടങ്ങായി മാറിയാൽ അതിൻ്റെ ഭീമമായ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടത് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ തന്നെയായിരിക്കും. ആദ്യമായിട്ടാണ് ഒരു ബർത്ത് വ്ളോഗ് കാണുന്നത്. കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കണ്ടൻറ്റ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നറിയാൻ വേണ്ടിയിട്ട് കാണണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കണ്ടു. ഒറ്റ ഇരിപ്പിന് തന്നെ ആ വീഡിയോ മുഴുവനായും ഇരുന്ന് കണ്ടു എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൻ്റെ ഐക്യവും സ്നേഹവും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബോണ്ട്, അതൊക്കെ മാതൃകയാക്കാവുന്ന സംഗതികളാണ്. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടാണ്, ഒട്ടും വൾഗാരിറ്റി ഇല്ലാതെ. പ്രഗ്നൻസി പീരീഡിൻ്റെ അവസാന ഘട്ടം, ഡെലിവറി ടൈമിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പേടി, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് ഒരു വീട്ടിൽ എങ്ങനെയാണോ ഒരുമിച്ചിരിക്കുന്നത് അതുപോലെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഈ ഒരു വലിയൊരു പ്രതിസന്ധി മറികടക്കുന്ന മനോഹരമായ ഒരു നിമിഷം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ദിയയുടെ ഹസ്ബൻഡ് അശ്വിൻ കൂടെ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവുക എന്നുള്ളത്, പ്രത്യേകിച്ച് പ്രസവ സമയത്ത് കൂടെ ഉണ്ടാവുക എന്നത് ഏതൊരു സ്ത്രീയും കൊതിക്കുന്ന വലിയൊരു മൊമെൻ്റ് തന്നെയാണ്. ചില സമയങ്ങളിൽ അതിസങ്കീർണമായ വേദന അനുഭവിക്കുമ്പോൾ ദിയ പറയുന്നുണ്ട്, അമ്മ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പേടിയാവുന്നു പറയുമ്പോൾ നമുക്ക് കൂടെ ആ പേടി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന, നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടില്ലേ, ഒരു എല്ല് പൊട്ടുമ്പോൾ ഒന്ന് വീണു, എല്ല് പൊട്ടിയാൽ നമുക്കുണ്ടാകുന്ന വേദന എത്രയാണ്, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ എല്ലുകളെല്ലാം ഒരുമിച്ച് പൊട്ടുന്ന ഒരു വേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ലേബർ റൂമിൽ ഞാനൊക്കെ ഉള്ളിൽ കയറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ തലയിറങ്ങി വീഴുന്ന ഒരു മെൻറ്റാലിറ്റിയെ എനിക്കുള്ളൂ, എത്ര മാനസികമായ കരുത്തേ എനിക്കുള്ളൂ. എനിക്കങ്ങനെ അവിടെ ഡെലിവറി റൂമിൽ ഒരു കുട്ടി പുറത്തേക്ക് വരുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ എന്ന ധൈര്യം അവിടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവരുടെ തന്നെ മറ്റു വീഡിയോകളുടെയൊക്കെ തമ്പനയിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ആ തമ്പനയിൽ നോക്കുമ്പോൾ തന്നെ അവരുടെ സ്വകാര്യമായ ജീവിതങ്ങളിലെ രസങ്ങളും അവരുടെ സ്വകാര്യമായ സന്തോഷങ്ങളും ഒക്കെ അടങ്ങിയ, പ്രത്യേകിച്ച് കുറച്ച് വൾഗാരിറ്റിയൊക്കെ തോന്നുന്ന വീഡിയോസും ഫോട്ടോഷൂട്ടുകളുടെയൊക്കെ തമ്പനയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനത്തെ ഒന്നും എനിക്ക് കാണണം തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മലയാളികൾ, പ്രത്യേകിച്ച് പുതിയ തലമുറ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാണേണ്ടിയിരുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം നിരവധി കല്യാണത്തിന് ശേഷം കുറഞ്ഞ മാസങ്ങൾ മാത്രം ഒരുമിച്ച് താമസിച്ചിട്ട് വേർപിരിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ, അവളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുകൂടി മനസ്സിലാക്കി തരാൻ പറ്റുന്ന നല്ലൊരു കണ്ടൻ്റാണ് എന്ന് തീർച്ചയായും നമുക്ക് പറയാം. നമ്മൾ നോക്കുക, നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിരവധി ലൈംഗിക അതിക്രമങ്ങളും ക്രൂരതകളും സ്ത്രീത്വത്തിനെ വിലമതിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി തരുന്ന നല്ലൊരു വീഡിയോ ആയി നമുക്കിത് കാണാൻ കഴിഞ്ഞാൽ അത് ഒരു വിപ്ലവം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഒരു 100 സ്ത്രീകളെയും അതുപോലെ ഫീമെയിൽ ഗൈനക്കോളജിസ്റ്റിനെയും ഒന്ന് പരിശോധിച്ച് നോക്കുക. പ്രസവിക്കാനുള്ള ആഗ്രഹം കൂടുതലും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കായിരിക്കും. കാരണം ഗൈനക്കോളജിസ്റ്റ് അവർക്കറിയാം ഇതിൻ്റെ സങ്കീർണതകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും, ഈ 10 മാസവും അതുപോലെ കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക്
കൊടുക്കേണ്ട അവകാശം അല്ലെങ്കിൽ ആ കുട്ടിയെ കെയർ ചെയ്യേണ്ട രീതി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നവരാണ് ഗൈനക്കോളജിസ്റ്റ്. ഇത്തരം സങ്കീർണമായ ഒരു പ്രശ്നത്തെ സാധാരണക്കാരായ സ്ത്രീകൾ ഒരു അമ്മയാവുക എന്ന ഒരു വലിയ അഭിലാഷത്തിന് വേണ്ടി, വലിയ ആഗ്രഹത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച്, എത്ര വേണമെങ്കിലും ഇനിയും ആ ത്യാഗം സഹിക്കാൻ തയ്യാറായി 2-3 കുഞ്ഞുങ്ങൾക്കൊക്കെ ജന്മം നൽകാൻ തയ്യാറായി നിൽക്കുന്നത് കാണാം. പക്ഷേ ഫീമെയിൽ ഗൈനക്കോളജിസ്റ്റിന് ആ ധൈര്യം ഉണ്ടാവില്ല എന്നുള്ളത് ഈ പ്രശ്നത്തിൻ്റെ ഒരു സങ്കീർണത അവർക്കറിയുന്നത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു അമ്മയാവുക എന്നുള്ള വലിയ ആഗ്രഹത്തിന് വേണ്ടി, അഭിലാഷത്തിന് വേണ്ടി ആണ്. ഇപ്പോൾ ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വീട് കാണാൻ പോകൽ, അതുപോലെ സമ്മാനങ്ങൾ കൊടുക്കൽ, അത് ഇന്നത്തെ കണ്ടീഷനിൽ ഒരു ചെറുക്കൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ കൊടുക്കുന്ന സമ്മാനങ്ങൾക്ക് ഏറെക്കുറെ 2 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഭീമമായ ചെലവ് വഹിക്കേണ്ടത് പുതിയ ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിട്ടുള്ള ഒരു ബാധ്യതയാണ് ഈ ചടങ്ങ്. അതുപോലെ നാളെ ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ തൻ്റെ ഭാര്യയ്ക്കും ഇതുപോലുള്ള ലക്ഷറിയസ് പ്രസവവും വീഡിയോ എടുക്കലും ഒക്കെയായിട്ട് ഇതുപോലുള്ള വലിയ ആശുപത്രികളെ സമീപിക്കേണ്ട ഒരവസ്ഥയിലേക്ക് സ്ത്രീകൾ ഡിമാൻഡ് ചെയ്താൽ, പൊതുവേ ഇപ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകളെ കല്യാണം കഴിക്കാൻ കിട്ടാത്തൊരവസ്ഥയിലുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ ഇത് ഒരു ചടങ്ങായി മാറേണ്ടതില്ല എന്നും, അതല്ലാതെ ഇതൊരു ചടങ്ങായി മാറിയാൽ അതിൻ്റെ ഭീമമായ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടത് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ തന്നെയായിരിക്കും.